ഇപ്പോൾ സിലബസ് നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പവർ ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ പഠിച്ചത് വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഈ വോൾട്ടേജ് ആംപ്ലിഫയറും നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന പവർ ആംപ്ലിഫയറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്. ഇപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ വേഴ്സസ് പവർ ആംപ്ലിഫയർ. ഇപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താ, വോൾട്ടേജിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആംപ്ലിഫൈ ചെയ്യുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നലിൽ വോൾട്ടേജും ഉണ്ടാവും, പിന്നെയോ കറണ്ടും ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടും ഒരുമിച്ച് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, പവർ ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഈ വോൾട്ടേജ് മാത്രമാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, അതിനെന്ത് വിളിക്കും, വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാബെല്ലാം ചെയ്യുമ്പോൾ CROയിൽ വേവ് ഫോം കാണാൻ ആ CROന് എന്ത് മാത്രം കിട്ടിയാൽ മതി, വോൾട്ടേജ് കിട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? നേരെ മറിച്ച് നമ്മളൊരു പാട്ട് കേൾക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ആ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ CROയിലല്ല കണക്ട് ചെയ്യുക, എവിടെയാണ് കണക്ട് ചെയ്യുക, സ്പീക്കറിലാണ് കണക്ട് ചെയ്യുക. സ്പീക്കർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ സ്പീക്കറിനെ വൈബ്രേറ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം, സ്പീക്കറിനകത്തൊരു കോയിലാണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ കോയിലിനെ മാഗ്നറ്റൈസ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് എന്ത് ആവശ്യമാണ്, കറണ്ട് ആവശ്യമാണ്. ക്ലിയർ അല്ല? അപ്പോൾ സ്പീക്കറൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പവർ എവിടെ നിന്ന് എടുക്കും, സ്പീക്കർ കൺസ്യൂം ചെയ്യും, ആംപ്ലിഫയർ നിന്ന് കൺസ്യൂം ചെയ്യും. അപ്പോൾ ആംപ്ലിഫയർ ഒരുപാട് പവർ എവിടത്തേക്ക് കൊടുക്കേണ്ടി വരും, സ്പീക്കറിലേക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വോളിയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, പവർ ആംപ്ലിഫയർ ഉപയോഗിക്കണം. പിന്നെ സാധാരണ CROയിലൊക്കെ കൊടുത്തിട്ട് സിഗ്നലൊക്കെ കാണേണ്ട ആവശ്യത്തിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ പവറൊക്കെ ഉള്ള ആവശ്യം നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, വോൾട്ടേജ് ആംപ്ലിഫയർ യൂസ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ വരുന്നത് എന്താണ്, പവർ ആംപ്ലിഫയർ ആണ്. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് CROയിൽ വേവ് ഫോം കാണാം, അങ്ങനെയുള്ള ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് മതി, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ മതി. അപ്പം വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ വ്യത്യാസം എന്താ, മെയിൻ കൺസേൺ അല്ലെ, വോൾട്ടേജ് ആംപ്ലിഫയർ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. പവർ ആംപ്ലിഫയർ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇനി അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിന് കുറേ വ്യത്യാസമുണ്ട്. സാധാരണ ആംപ്ലിഫയറിൽ സാധാരണ നോർമൽ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കും. പവർ ആംപ്ലിഫയറിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, പവർ ട്രാൻസിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഈ പവർ ട്രാൻസിസ്റ്ററും നോർമൽ ട്രാൻസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പവർ ട്രാൻസിസ്റ്ററിൽ അതിന്റെ ബേസ്, എമിറ്റർ ബേസ് കളക്ടറിലെ ബേസ് കുറച്ചുകൂടെ എന്തായിരിക്കും, തിക്കായിരിക്കും. വോൾട്ടേജ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിന്റെ ബേസ് എന്തായിരിക്കും, തിന്നായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ബേസ് തിന്നായാൽ ഗുണം എന്താണ്, കറണ്ട് ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. തിക്കാകുമ്പോൾ കറണ്ട് ഗെയിൻ എന്തായിരിക്കും, കുറവായിരിക്കും. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ കറണ്ട് ആണ് അല്ലെ. അപ്പൊ കറണ്ട് എന്തായിരിക്കും, കളക്ടർ കറണ്ട്, അതായത് ഔട്ട്പുട്ട് കറണ്ട് വോൾട്ടേജ് ആംപ്ലിഫയറിൽ കുറച്ചേ കിട്ടും, ലോ ആണ്. എത്ര, 1 മില്ലി ആംപിയർ ഒക്കെ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഏത്, വോൾട്ടേജ് ആംപ്ലിഫയർ. പവർ ആംപ്ലിഫയർ ആണെങ്കിലോ, ഞാൻ പറഞ്ഞു സ്പീക്കറൊക്കെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ എന്ത് വേണം, വൈബ്രേറ്റ് ചെയ്യിക്കാൻ ഒരുപാട് കറണ്ട് വേണ്ട. അപ്പൊ അത്രയും കറണ്ട് ആർക്ക് കൊടുക്കാൻ പറ്റും, പവർ ആംപ്ലിഫയറിന് കൊടുക്കാൻ പറ്റും. പവർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 100 മില്ലി ആംപിയറിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതിൽ എത്ര വരുള്ളൂ, അറൗണ്ട് 1 മില്ലി ആംപിയർ. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ കാണുന്ന കറണ്ടിനേക്കാൾ എത്ര മടങ്ങ്, 100 മടങ്ങ് കറണ്ട് ഇതിൽ ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പവർ ആംപ്ലിഫയറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി കപ്ലിംഗ്. ഇപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ നമ്മൾ എന്താ, RC കപ്ലിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പവർ ആംപ്ലിഫയർ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ RC കപ്ലിംഗ് ആകുമ്പോൾ കളക്ടർ റെസിസ്റ്റൻസ് എന്തുണ്ടാവും, RC എന്ന് പറഞ്ഞൊരു കളക്ടർ റെസിസ്റ്റർ വെക്കും. ട്രാൻസ്ഫോമർ കപ്ലിംഗിലാണ് നമ്മൾ എന്താ ചെയ്യുക, ആ കളക്ടർ റെസിസ്റ്റൻസ് RCക്ക് പകരം എന്താ വെക്കുക, അവിടെ ട്രാൻസ്ഫോമർ വെക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ കളക്ടർ റെസിസ്റ്റൻസ് ഉണ്ടാവും, റെസിസ്റ്റർ ഉണ്ടാവും. പവർ ആംപ്ലിഫയറിൽ കളക്ടർ റെസിസ്റ്റൻസ് പകരം റെസിസ്റ്റർ പകരം ആരാ ഉണ്ടാവുക, ട്രാൻസ്ഫോമർ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഈ ട്രാൻസ്ഫോമർ നമുക്കറിയാം കോപ്പർ കൊണ്ടല്ലേ ഉണ്ടാകും. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്, അതായത് കോപ്പറിന്റെ റെസിസ്റ്റൻസ് എന്താ, വളരെ കുറവാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടർ റെസിസ്റ്റൻസ് ആയിട്ട് എന്താ വരുന്നത്, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ എത്ര കറണ്ട് അതിലൂടെ ഒഴുകി പോയി കഴിഞ്ഞാലും ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി എന്ത് ചെയ്യില്ല, ചൂടാവില്ല. ക്ലിയർ അല്ല? നേരെ മറിച്ച് RC കപ്ലിങ്ങിലോ റെസിസ്റ്റൻസ് അല്ലേ വരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിലൂടെ ഹൈ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ചൂടാ. അപ്പോൾ ഹീറ്റ് ഡെസിപ്പേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ഉപയോഗിക്കില്ല, RC കപ്ലിംഗ് ഇതിൽ ഉപയോഗിക്കില്ല, പവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ ഉപയോഗിക്കില്ല. എന്തേ ഉപയോഗിക്കുള്ളൂ, ട്രാൻസ്ഫോമർ കപ്ലിംഗ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ഇനി അടുത്തത് കറണ്ട് ഗെയിൻ. ഇപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഗെയിൻ എന്തായിരിക്കും, ബീറ്റ എന്ന് പറയുന്നത് 100-നേക്കാളും കൂടുതലായിരിക്കും. പവർ ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഗെയിൻ ബീറ്റ എപ്പോഴും എന്തായിരിക്കും, 20-നും 50-നും ഇടയിലായിരിക്കും. അപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞ കറണ്ട് ഗെയിൻ ആണ് ഇതിലുണ്ടാവുക, ഏത് ട്രാൻസിസ്റ്റർ ഉണ്ടാവുക, പവർ ട്രാൻസിസ്റ്റർ ഉണ്ടാവുക. വോൾട്ടേജ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഗെയിൻ എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. ക്ലിയർ അല്ലേ? പക്ഷെ നമ്മളെന്താ യൂസ് ചെയ്യുക, ഒന്ന് കൂടുതൽ ട്രാൻസിസ്റ്റർ ആണ് എന്ത് ചെയ്യുക, പവർ ആംപ്ലിഫയറിൽ യൂസ് ചെയ്തിട്ട് ഈ കറണ്ട് ഗെയിൻ, ഈ 50 എന്ന് പറഞ്ഞ ലിമിറ്റേഷൻ അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. ഇനി അടുത്ത മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ഇൻപുട്ട് വോൾട്ടേജ് വേണ്ടു.
അല്ല, ഫ്യൂ മില്ലി വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ വോൾട്ടേജ് ആംപ്ലിഫയറിന് എന്ത് ചെയ്യാൻ പറ്റും, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നേരെ കുറച്ച് പവർ ആംപ്ലിഫയറിൽ പവർ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് മില്ലി വോൾട്ടിൽ നിന്ന് വർക്ക് ചെയ്യില്ല. എത്രയല്ലേ വർക്ക് ചെയ്യുള്ളൂ, മിനിമം ഒരു 2 to 4 വോൾട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വേണം ഇൻപുട്ടിൽ, 2 to 4 വോൾട്ട് വേണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മൈക്രോഫോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് പാട്ട് പാടുമ്പോൾ മൈക്രോഫോൺ എന്നൊക്കെ വരുന്നത് എന്തായിരിക്കും, മില്ലി വോൾട്ട് റേഞ്ച് ആയിരിക്കും. ആ മില്ലി വോൾട്ട് റേഞ്ച് ഡയറക്റ്റ് ആയിട്ട് എവിടെ കൊടുക്കാൻ പറ്റില്ല, പവർ ആംപ്ലിഫയറിൽ കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? എത്ര വേണം, 2 to 4 വോൾട്ട് വേണ്ടേ. അപ്പോൾ പവർ ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വെച്ച് കൊടുക്കേണ്ടി വരും, ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ വെച്ച് കൊടുക്കണം. അപ്പോൾ മൈക്രോഫോണിൽ നിന്ന് വരുന്ന മില്ലി വോൾട്ടിനെ ഈ വോൾട്ടേജ് ആംപ്ലിഫയർ എത്ര വോൾട്ടിലേക്ക് മാറ്റും, 2 വോൾട്ടിലേക്ക് മാറ്റും. എന്നിട്ട് അതാണ് ആർക്ക് കൊടുക്കുന്നത്, പവർ ആംപ്ലിഫയറിന് കൊടുക്കുന്നത്. കാരണം പവർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് തന്നെ എത്ര വേണ്ടി വരും, അറൗണ്ട് 2 to 4 വോൾട്ട് വേണം. അപ്പോൾ ഡയറക്റ്റ് പവർ ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്യില്ല, ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ വെച്ചിട്ട് അതിന്റെ ഔട്ട്പുട്ടിലേക്കാണ് എവിടത്തേക്ക് കണക്ട് ചെയ്യുന്നത്, പവർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി പവർ ഡെസിപ്പേഷൻ. പവർ ഡെസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്ത് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ നമ്മൾ ചെറിയ കറണ്ട് അല്ലേ ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ പവർ ഡെസിപ്പേഷൻ ഹീറ്റ് എന്തായിരിക്കും, ചൂടാവുന്ന എന്തായിരിക്കും, കുറവായിരിക്കും, ലെസ് ദാൻ 0.5 വാട്ട് ആയിരിക്കും. പവർ ആംപ്ലിഫയറിലോ ഹൈ കളക്ടർ കറണ്ട് ആണ് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആംപ്ലിഫയറിൽ ഒരുപാട് ഹീറ്റ് എന്ത് ചെയ്യും, ഡെസിപ്പേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ അതിന്റെ പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.5 വാട്ടിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ ആർ സി വാല്യൂ. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ കളക്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 10 കിലോ ഓമിനേക്കാളും കൂടി റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. പിന്നെ പവർ ആംപ്ലിഫയറിൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആയതുകൊണ്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി എപ്പോഴും എന്തായിരിക്കും, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ആർ സി വാല്യൂ, അതായത് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ആണ് അവിടെ കളക്ടർ റെസിസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയുടെ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് എത്രയേ വരുള്ളൂ, അത് 5 to 20 ഓം മാത്രമേ വരുള്ളൂ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പവർ ആംപ്ലിഫയർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി പവർ ആംപ്ലിഫയറിന്റെ ടൈപ്സ് പലതരം ക്ലാസിഫിക്കേഷൻ. അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് എത്രമാത്രം ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. അതായത് നമ്മളൊരു ഫുൾ സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈൻ വേവ് ഫുള്ളായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സൈൻ വേവിന്റെ ഒരു പോർഷൻ മാത്രമാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് 4 ക്ലാസ് ഉള്ളൂ. 4 കൂടുതലുണ്ട്, ഡി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് പഠിക്കാമല്ലോ. തൽക്കാലം ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് എ ബി ആൻഡ് ക്ലാസ് സി. കേരള. അപ്പോൾ ഇതൊക്കെയാണ് പവർ ആംപ്ലിഫയറിന്റെ ക്ലാസിഫിക്കേഷൻ, ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ നോക്കിയിട്ട് ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് വേവ് അല്ല, ഒരു സൈൻ വേവ് ആണ്. അപ്പോൾ നമുക്കറിയാം 0 ഡിഗ്രിയാണ് ഫേസ് അല്ലേ. ഇവിടെ എത്തുമ്പോഴത്തെ 90 ഡിഗ്രി ആയിരിക്കും, ഇതോ 180 ഡിഗ്രി, ഇതെത്രയാ 270 ഡിഗ്രി, 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി ഫേസ് ആണ് ഒരു കംപ്ലീറ്റ് സൈൻ വേവ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ നിങ്ങൾ അതൊരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തു, നിങ്ങൾ ഔട്ട്പുട്ട് ആ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നോക്കി. അപ്പോൾ അതിന്റെ വോൾട്ടേജും കൂടിയിട്ടുണ്ട്, പിന്നെയോ കറണ്ടും കൂടിയിട്ട്. അപ്പോൾ പവർ ആംപ്ലിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സൈൻ വേവ് ഇതേ ഷേപ്പിലുള്ള സൈൻ വേവ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, ക്ലാസ് എ എന്ന് വിളിക്കും. ക്ലിയർ അല്ല? അപ്പോൾ ഇൻപുട്ട് സൈൻ വേവ് ഫുൾ സൈൻ വേവ് 360 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ആ 360 ഡിഗ്രി തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കും എന്ത്, ക്ലാസ് എ ആംപ്ലിഫയർ. ക്ലിയർ അല്ല? ഇനി നമ്മൾ രണ്ടാമത് വേറൊരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ആംപ്ലിഫയറിൽ ഈ സൈൻ വേവിന്റെ ഫുള്ള് കിട്ടിയില്ല, എത്രയേ കിട്ടുള്ളൂ, ഹാഫ് പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എത്ര ഡിഗ്രി അത് ആംപ്ലിഫൈ ചെയ്തു, 0 മുതൽ എത്ര വരെ, 180 ഡിഗ്രി ഫേസ് വരെ. ക്ലിയർ അല്ലേ? അപ്പോൾ പകുതി, ഒരു ഹാഫ് മാത്രം ആംപ്ലിഫൈ ചെയ്യുന്ന, അതായത് ഫേസ് എത്ര, 0 to 180 ഡിഗ്രി മാത്രം ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയറിന് എന്ത് വിളിക്കും, ക്ലാസ് ബി എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി വേറൊരാളുണ്ട്, അയാൾ എന്ത് ചെയ്യും, ഒരു ഹാഫ് മാത്രമല്ല മറ്റേ പോർഷന്റെ കുറച്ചും കൂടി എന്ത് ചെയ്യും, ആംപ്ലിഫൈ. ഇപ്പം നോക്കിയട്ടെ അല്ല, 180 ഡിഗ്രി ഉണ്ട്, പിന്നെയോ 360 ഡിഗ്രി ഇല്ല, 180 ഡിഗ്രിക്കാളും കൂടുതലാണ്, പക്ഷെ അതിനേക്കാളും കുറവാണ്, 360 ഡിഗ്രിനേക്കാളും, അതല്ലേ 360 ഡിഗ്രിക്കാളും കുറവാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്ലാസ് എ ബി. അപ്പൊ ക്ലാസ് എ ബി ഏതൊക്കെ ആംപ്ലിഫൈ ചെയ്യും, ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അല്ലേ, പക്ഷെ എന്താ ലെസ് ദാൻ 360. അപ്പൊ ഓക്കെ, 180നേക്കാളും കൂടുതലുണ്ട്, പക്ഷെ എന്താ 360നേക്കാളും എന്താ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആംപ്ലിഫയറിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്ലാസ് എ ബി. ഇനി അടുത്ത നാലാമത്തെ ടൈപ്പ് ഉണ്ട്, ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, 180നേക്കാളും കുറവായിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങളെ 180 ഡിഗ്രി അല്ലെ. അപ്പൊ അതിനേക്കാളും ഇവിടെ ഈ പോർഷൻ മുതൽ ഇവിടെ ചെറിയൊരു പോർഷൻ മാത്രം ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കംപ്ലീറ്റ് ഹാഫ് സൈക്കിൾ വരുന്നില്ല, ആ ഹാഫ് സൈക്കിളിന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയാ, 180 ഡിഗ്രി ഉണ്ടോ, 180 ഡിഗ്രി ഇല്ല, 180 ഡിഗ്രി കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ആംപ്ലിഫയർ എന്ന് വിളിക്കും ക്ലാസ് സി ആംപ്ലിഫയർ. ക്ലിയർ അല്ല? അപ്പൊ ഫുൾ വേവ് ആണെങ്കിൽ ക്ലാസ് എ പറയും, സൈൻ വേവിന്റെ പകുതി മാത്രമേ ആംപ്ലിഫൈ ചെയ്യുന്നുള്ളെങ്കിൽ എന്ത് വിളിക്കും, ക്ലാസ് ബി. സൈൻ വേവിന്റെ പകുതിയും മറ്റേ പകുതിയുടെ ചെറിയൊരു പോർഷനും, അപ്പൊ ബിനേക്കാളും കുറച്ചും കൂടെ നല്ല ആംപ്ലിഫയർ, അപ്പൊ അതിനെന്ത് വിളിക്കും, ക്ലാസ് എ ബി എന്ന് വിളിക്കും. ഇനി ബിനേക്കാളും മോശം, അതായത് ബി 180 ഡിഗ്രി വരെ ആംപ്ലിഫൈ ചെയ്യുന്നില്ലേ, അതിനേക്കാളും കുറവ് അല്ലെ, 180 ഡിഗ്രി കുറവ് ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയർ എന്ന് വിളിക്കും, ക്ലാസ്
സി എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാ, ഇതാണ് നിങ്ങളുടെ ഡി സി ലോഡ് ലൈൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ല? അപ്പൊ ഡി സി ലോഡ് ലൈനിന്റെ ക്യൂ പോയിന്റ് മിഡിലാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് വേവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോകും. പഠിച്ചില്ലേ? സൈൻ വേവിന്റെ അല്ല, നെഗറ്റീവ് ഹാഫിൽ ക്യൂ പോയിന്റ് അങ്ങോട്ടേക്ക് പോകും, താഴേക്ക് പോകും. അപ്പൊ മിഡിലാണെങ്കിൽ അതെന്തായിട്ട് പോസിറ്റീവ് ഹാഫിനെയും നെഗറ്റീവ് ഹാഫിനും എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ശരിയല്ലേ? പോസിറ്റീവ് പോർഷനിൽ ഇങ്ങോട്ടേക്ക് ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും, നെഗറ്റീവ് പോർഷനിലോ ക്യൂ പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈക്വൽ ആയിട്ട് ആംപ്ലിഫൈ ചെയ്യും. ക്ലാസ് എയുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെയായിരിക്കും? മിഡിലായിരിക്കും. ഇനി ക്ലാസ് എ ബി എന്ന് പറഞ്ഞ ആംപ്ലിഫയർ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പോസിറ്റീവ് പോർഷൻ ഫുൾ ആയിട്ട് ആംപ്ലിഫൈ കിട്ടും. നെഗറ്റീവ് ഹാഫ് വരുമ്പോഴോ ഇൻപുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫിൽ ഇത്ര വരെ ആംപ്ലിഫൈ പറ്റും. ഇതിന് ശേഷം എന്ത് ചെയ്യും? കട്ട് ഓഫ് റീജിയൻ ആയിപ്പോയില്ലേ? ട്രാൻസ്റ്റുവിന് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പോൾ പോസിറ്റീവ് പോർഷന്റെ ഫുള്ളും നെഗറ്റീവ് പോർഷന്റെ ചെറിയൊരു പോർഷനും കിട്ടുവാണ് എന്ത് വിളിക്കുന്നത്? ക്ലാസ് എ ബി. ഇനി ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ ക്യൂ പോയിന്റ് ഇവിടെ കട്ട് ഓഫിലാണ് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇൻപുട്ട് സിഗ്നൽ നെഗറ്റീവ് വരുമ്പോൾ ക്യൂ പോയിന്റ് താഴേക്ക് പോകണ്ടേ? താഴേക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കട്ട് ഓഫായി. ക്ലിയർ അല്ല? അപ്പൊ നെഗറ്റീവ് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവ് എന്ത് ചെയ്യും? ഫുൾ ആംപ്ലിഫൈ ചെയ്യും. ഇതാണ് എന്ത്? ക്ലാസ് ബി. ഇനി ക്ലാസ് സിയോ കട്ട് ഓഫ് പോയിന്റ് താഴെയാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ബയാസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് പോർഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവ് പോർഷൻ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവ് പോർഷൻ നല്ലോണം കൂടുമ്പോൾ അല്ലെ, സൈൻ വേവ് ആണ്, അതിന്റെ ടിപ്പ് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ട് ഓഫ് റീജിയന് താഴെയാണ് എന്ത് ബയാസ് ചെയ്തിട്ടുണ്ടാവുക? ക്ലാസ് എ. ക്ലാസ് എ ക്യൂ പോയിന്റ് ഡി സി ലോഡ് അതിന്റെ മിഡിലായിരിക്കും. എയുടെ താഴെയാണ് എന്ത് വരിക? എ ബി ക്യൂ പോയിന്റ് വരിക. ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ ക്യൂ പോയിന്റ് എവിടെയാണ് ഉണ്ടാവുക? കട്ട് ഓഫ് റീജിയൻ ഉണ്ടാവുക. ക്ലാസ് സി ആംപ്ലിഫയറിന്റെ ക്യൂ പോയിന്റ് എവിടെയാണ് ഉണ്ടാവുക? കട്ട് ഓഫ് റീജിയനും താഴെയുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാ പ്രത്യേകതകൾ. അപ്പൊ ക്ലാസ് എ ആംപ്ലിഫയറിൽ ദി ഔട്ട്പുട്ട് കറന്റ് ഫ്ലോസ് ഫോർ ദി എൻറ്റയർ സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. കംപ്ലീറ്റ് സൈൻ വേവ് ആംപ്ലിഫൈ കിട്ടും. ക്യൂ പോയിന്റ് ഈസ് ഇൻ ദി ലിനിയർ റീജിയൻ, അല്ലെങ്കിൽ മിഡിൽ പോർഷൻ ഓഫ് ദി ഡി സി ലോഡ് ലൈൻ. പിന്നെ ഹൈ ഫിഡിലിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഡിസ്റ്റോർഷൻ ഉണ്ടാ? സൈൻ വേവ് കൊടുത്ത് തന്നെ എന്ത് തന്നെ കിട്ടുന്നുണ്ട്? സൈൻ വേവ് തന്നെ കിട്ടുന്നത്. അപ്പൊ ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ ആംപ്ലിഫയർ ആണ് എന്ത്? ക്ലാസ് എ. ഇനി എന്തിനു വേണ്ടി ഉപയോഗിക്കുക? സ്യൂട്ടബിൾ ഫോർ ആംപ്ലിഫൈങ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസ്. ഇനി ക്ലാസ് ബിയോ ഔട്ട്പുട്ട് കറന്റ് ഫ്ലോസ് ഓൺലി ഫോർ ദി പോസിറ്റീവ് ഹാഫ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ശരിയല്ലേ? ഒരു ഹാഫ് മാത്രം എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ക്യൂ പോയിന്റ് ഈ സെലക്ടഡ് അറ്റ് കളക്ടർ കട്ട് ഓഫ് പോയിന്റ്. ഇപ്പോൾ ക്യൂ പോയിന്റ് എവിടെ ഉണ്ടാവുക? ഞാൻ ഇത് പറഞ്ഞതാ, കട്ട് ഓഫ് പോയിന്റിലാണ് എന്തുണ്ടാവുക? ക്യൂ പോയിന്റ് ഉണ്ടാവുക. ഇനി സൈൻ വേവിന്റെ ഫുള്ള് കിട്ടുന്നില്ലല്ലോ, ഹാഫ് പോർഷൻ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഡിസ്റ്റോർഷൻ ആയില്ല, ഡിസ്റ്റോർട്ടഡ് ആയി സൈൻ വേവ്. അപ്പോൾ ഡിസ്റ്റോർഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സ്യൂട്ടബിൾ ഫോർ ആംപ്ലിഫൈങ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ അല്ല. ഇതൊക്കെയാണ്. ഇനി ക്ലാസ് എ ബിയോ? ക്ലാസ് എ ബിയിൽ എന്താ? ഔട്ട്പുട്ട് സ്വിംഗ് ഇസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 180 ഡിഗ്രി ആൻഡ് 360. അപ്പോൾ 180 ഡിഗ്രീനേക്കാൾ എന്തായിരിക്കും? അല്ലെ, 180 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും, പക്ഷെ ലെസ് ദാൻ എന്തായിരിക്കും? 360 ആയിരിക്കും. ഇനി ക്ലാസ് സി. ക്ലാസ് സിയിൽ എന്താ? ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി അല്ലെ. അപ്പോൾ ഇതാണ് 180 ഡിഗ്രീനേക്കാൾ കുറവായ എന്ത് ചെയ്യുള്ളൂ? ക്ലാസ് സി ആംപ്ലിഫൈ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ശരിയായ ഒരു പവർ ആംപ്ലിഫയർ. അപ്പോൾ ഇതാണ് പവർ ആംപ്ലിഫയറിന്റെ ക്ലാസ് എ ആംപ്ലിഫയർ. നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സിയിൽ പഠിച്ചില്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ക്ലാസ് എ പവർ ആംപ്ലിഫയറിന്റെ ഡയഗ്രാം. അപ്പോൾ ഇതിൽ നോക്കാം, സിംഗിൾ എൻഡഡ് എന്ന് പറയുന്നത്. സിംഗിൾ എൻഡഡിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ക്ലാസ് എ ആണ്. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? സൈൻ വേവിന്റെ ഫുൾ സൈൻ വേവ് ഇവിടെ കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് എന്ത്? ക്ലാസ് എ പവർ ആംപ്ലിഫയർ. ഇനി നിങ്ങൾ ഇത്ര നാൾ പഠിച്ച വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും തമ്മിൽ വ്യത്യാസം എന്താ? രണ്ട് കാര്യത്തിലേ ഡിഫറൻസ് ഉള്ളൂ. ഒന്ന്, ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ സാധാരണ കേസ് നോർമൽ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുക. പവർ ആംപ്ലിഫയറിൽ എന്താ ഉപയോഗിക്കുക? പവർ ട്രാൻസിസ്റ്റർ ആണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്, പവർ ആംപ്ലിഫയറിൽ കളക്ടർ റെസിസ്റ്റൻസ് അല്ലെ, കളക്ടർ റെസിസ്റ്റൻസ് വെക്കൂല. പകരം എന്താ വെക്കുക? ഇവിടെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ട്രാൻസ്ഫോമർ കപ്ലിംഗ് വഴിയാണ് എവിടത്തേക്ക്? സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് ഡിഫറൻസ് ആവുള്ളത്. ഒന്ന് പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കും, പിന്നെ കളക്ടർ റെസിസ്റ്റൻസ് വെച്ചിട്ട് RC കപ്ലിംഗ് എല്ലാം ഉപയോഗിക്കും. പകരം എന്താ? ട്രാൻസ്ഫോമർ വെച്ചിട്ട് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇംപിഡൻസ് മാച്ചിങ് ഉണ്ടാവും. പിന്നെ പവർ ലോസ് എന്തായിരിക്കും? കാരണം ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലൂടെ അല്ലേ കളക്ടർ കറണ്ട് പോകുന്നത്. പ്രൈമറി റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് ഇവിടെ ഹീറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താ? ഹൈ കറണ്ട് ഈ റെസിസ്റ്റൻസിലൂടെ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് എന്ത് ചെയ്ത് ചൂടാവും. ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എന്തായിരിക്കും? നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ അത് എഴുതുക എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ R1, R2, RE എന്തിനാ? നമ്മൾ പണ്ട് പഠിക്കുന്ന തന്നെ അല്ലെ, ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. RE വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ടെമ്പറേച്ചർ സ്റ്റെബിലൈസേഷൻ കിട്ടും. പിന്നെ ഇൻപുട്ടിന് സി എന്ന് പറഞ്ഞ സാധനം എന്താ? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് സിഗ്നലിനെ അങ്ങോട്ടേക്ക് ആംപ്ലിഫയറിലേക്ക് കപ്പിൾ ചെയ്യുന്നത്. ഇത് AC യെ മാത്രം കടത്തി ഇവിടെ ആരെ ബ്ലോക്ക് ചെയ്യും? DC നെ ബ്ലോക്ക് ചെയ്യും.
പിന്നെ ഇവിടെ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. ബൈപ്പാസ് കപ്പാസിറ്റർ ജോലി എന്താ? പണ്ട് എഴുതിയ തന്നെ, പണ്ട് പഠിച്ച തന്നെ എന്താ, നെഗറ്റീവ് ഫീഡ്ബാക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബൈപ്പാസ് കപ്പാസിറ്റൻസ് വെക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ AC സിഗ്നലും കപ്പാസിറ്റർ വഴി എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. അത് എവിടെ ഡ്രോപ്പ് ആയിട്ട് വരില്ല, ഈ റെസിസ്റ്റൻസ് REയിൽ ഡ്രോപ്പ് ആയിട്ട് വരില്ല. അപ്പോൾ എന്തുണ്ടാവില്ല, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവില്ല, ഗെയിൻ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഴയ ആംപ്ലിഫയറിൻ്റെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ രണ്ട് ഡിഫറൻസ് പറയാം. ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്, പവർ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നത്. പിന്നെ കപ്ലിങ്ങിന് വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. ഇതാണെന്ത്, ക്ലാസ് A പവർ ആംപ്ലിഫയർ. നമുക്ക് ഇത് ലാസ്റ്റ് പഠിക്കാനുള്ള ആംപ്ലിഫയർ ആണെന്ത്, ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയർ. അപ്പോൾ ഈ ക്ലാസ് A ആംപ്ലിഫയറിന്റെ പ്രശ്നം എന്താ കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാതിരിക്കുമ്പോഴും ഇതിലൂടെ എന്ത് ഫ്ലോ ചെയ്യും, ക്യുസൻ കറണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അതായത് ഇൻപുട്ട് മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലൂടെ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ചെറിയ ഹീറ്റ് എന്ത് ചെയ്യും, ഡെസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ പവർ ഡെസിപ്പേഷൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണെന്ത്, ക്ലാസ് A പവർ ആംപ്ലിഫയറിന്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലാസ് B ആംപ്ലിഫയർ നമുക്കറിയാം എന്താ, ഒരു സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈൻ വേവിന്റെ പോസിറ്റീവ് പോർഷൻ മാത്രമേ ആർക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് B ആംപ്ലിഫയറിന് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് സൈൻ വേവിന് ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല, ക്ലാസ് B ആംപ്ലിഫയറിനില്ല. പക്ഷെ നമുക്ക് എന്ത് വേണോ, ഒരു സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടണം, ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സൈൻ വേവ് തന്നെ കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക, വെറും ക്ലാസ് B ആംപ്ലിഫയർ അല്ല ഉപയോഗിക്കുക, ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയർ ആണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ക്ലാസ് B പുഷ് പുൾ ആംപ്ലിഫയർ. ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് അല്ലെ, T1 ഉണ്ട് T2 ഉണ്ട്. ഇത് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെയോ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ഇനി ഈ ട്രാൻസ്ഫോമർ എങ്ങനെയുള്ളതാ, സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ്. ഇതും എന്താ, സെൻട്രൽ ടാപ്ഡ് ആണ്. ഇതാണ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി അല്ലെ, DC സപ്ലൈ ആണ്. ഇതാണ് നിങ്ങളുടെ സ്പീക്കർ. ഇനി ഇത് ക്ലാസ് B ആംപ്ലിഫയർ ആണ്. ഏത്, ഈ ട്രാൻസിസ്റ്ററും ഏത് ടൈപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ക്ലാസ് B മോഡിലാണ്. അപ്പോൾ ഇതിന് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പോസിറ്റീവ് ഹാഫിനെ മാത്രമേ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ, ഈ ട്രാൻസിസ്റ്റർ എന്തേ ചെയ്യാൻ പറ്റൂ, പോസിറ്റീവ് ഹാഫിനെ മാത്രമേ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ അല്ല? ഇത്രയും കാര്യങ്ങളെല്ലാം പറയാം. ഇതിന്റെ വർക്കിംഗ്, നമ്മളൊരു ഇൻപുട്ട് സൈൻ വേവ് കൊടുത്തു, ഇതെന്താ, സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ പ്രൈമറിയിൽ വരുന്ന ഇൻപുട്ടിനെ ഈക്വൽ ആൻഡ് ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് ഈ രണ്ട് സെക്കൻഡിലേക്ക് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് വിടും. ഇപ്പം മനസ്സിലാവുന്നത്, സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ കണ്ട, ഇതാണ് പ്രൈമറിന്റെ സെക്കൻഡറിയുടെ ഫസ്റ്റ് ഹാഫ്, ഇത് സെക്കൻഡറിയുടെ എന്ത്, സെക്കൻഡ് ഹാഫ്. അപ്പോൾ സെക്കൻഡറിയുടെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതേപോലുള്ള സൈൻ വേവ് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് ഇവിടെയും മൾട്ടിമീറ്റർ അല്ലെങ്കിൽ CR വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ കൊടുത്തത് അതേ സൈൻ വേവ് കിട്ടും. ഇവിടെയും CR വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, നിങ്ങൾ കൊടുത്ത സൈൻ വേവിനെ അങ്ങനെ നേരെ തലതിരിഞ്ഞിട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇൻപുട്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഇൻപുട്ടിൽ വരുന്ന സൈൻ വേവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഈക്വൽ ആൻഡ് ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള രണ്ട് സൈൻ വേവ് ആയിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. സംശയമില്ലല്ലോ? ഈ ഒരു സൈൻ വേവ് ഈ ആംപ്ലിഫയറിലേക്കും പോയി, ഈ ഒരു സൈൻ വേവ് ഈ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിലേക്കും പോയി. ക്ലിയർ അല്ലേ? ഇത് നമുക്കറിയാം, ഈ രണ്ട് ട്രാൻസിസ്റ്ററും ഏത് മോഡലാണ് ഉള്ളത്, ക്ലാസ് B മോഡലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് എന്തേ ചെയ്യാൻ പറ്റൂ, വരുന്ന സൈൻ വേവിന്റെ പോസിറ്റീവ് ഹാഫിനെ മാത്രമേ ഇവൻ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ, ഈ വരുന്ന സൈൻ വേവിന്റെ പോസിറ്റീവ് ഹാഫിനെ മാത്രമേ ആർക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ, ഇവൻ ആംപ്ലിഫൈ. അതാണ് ക്ലാസ് B ആംപ്ലിഫയർ. അപ്പോൾ നോക്കിയാൽ ഈ സൈൻ വേവ് വന്നു കഴിഞ്ഞാൽ ഈ സൈൻ വേവിന്റെ ഈ പോസിറ്റീവ് ഹാഫ് മാത്രം ആരും ആംപ്ലിഫൈ ചെയ്യും, T1 ആംപ്ലിഫൈ. അപ്പോൾ T1ന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഈ കൊടുത്ത ഈ സൈൻ വേവ് വരുമ്പോൾ അല്ലേ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായി മാറി ഇതിന്റെ ഈ ഹാഫിനെ ഇയാൾ എന്ത് ചെയ്തു, ആംപ്ലിഫൈ. സംശയമില്ല? ഇനി രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ നോക്കിയായിട്ട് നിങ്ങൾ ഈ സൈൻ വേവിനെ ഇവിടെ വന്നു, ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുക, അതിനെ ഇൻവേർട്ട് ചെയ്ത വേവ് ആക്കി മാറ്റി ഇവിടത്തേക്ക് വന്നു. ഇനി ഇവനെന്താ ചെയ്യുക, ഈ സൈൻ വേവിന്റെ പോസിറ്റീവ് ഹാഫിനെ മാത്രം എന്ത് ചെയ്യും, ആംപ്ലിഫൈ. പോസിറ്റീവ് ഹാഫ് ഏതാ, ഇതല്ലേ? അപ്പോൾ ഈ ഒന്നാമത്തെ പോർഷൻ ആംപ്ലിഫൈ ചെയ്യില്ല, രണ്ടാമത്തെ പോർഷൻ ആരാ ആംപ്ലിഫൈ ചെയ്യും, ഇയാൾ ആംപ്ലിഫൈ ചെയ്യും. ഇയാളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫസ്റ്റ് പോർഷൻ കിട്ടൂല, രണ്ടാമത്തെ പോർഷൻ എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്തു. ശരിയല്ലേ? ഇവനോ ഫസ്റ്റ് പോർഷനെ ആംപ്ലിഫൈ ചെയ്തു. ഇനി ഈ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ നേരെ എവിടത്തേക്ക് എത്തി, ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലേക്ക് എത്തി. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം, ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് അതുപോലെ ഇവിടെ എത്തും, തലതിരിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്, ഈ ഹാഫിൽ വരുന്നത്. ശരിയല്ലേ? നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കിയട്ടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് വേവാണ് കൊടുക്കുന്നത് അത് തലതിരിഞ്ഞിട്ട് എവിടെ എത്തും, ഇവിടെ എത്തും. ഇവിടെ എന്ത് വേവാണ് കൊടുക്കുന്നത് അത് അതുപോലെ ഇവിടെ വരും. ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ എന്ത് വേവാണ് കൊടുക്കുന്നത്, അതായത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയുടെ ഫസ്റ്റ് ഹാഫിൽ എന്ത് വേവാണ് കൊടുക്കുന്നത് അത് അതുപോലെ എവിടെ എത്തും, ഇതിന്റെ സെക്കൻഡറിൽ എത്തും.
ശരിയല്ലേ? ഇനി ഇവിടെ എന്ത് വേവ് ആണോ കൊടുക്കുന്നത് അത് തല തിരിഞ്ഞിട്ടാണ് ഇവിടെ വരിക, ഈ പ്രൈമറിയിൽ, സോറി ഈ സെക്കൻഡറിയിൽ വരിക. ക്ലിയർ അല്ല? അപ്പം ഈ ഫസ്റ്റ് ഹാഫിനെ ഈ ട്രാൻസ്ഫോമർ അല്ലെ എങ്ങോട്ടേക്ക് കപ്പിൾ ചെയ്യും? ഇവിടത്തേക്ക് കപ്പിൾ ചെയ്യും. എങ്ങനെ? സെയിം ഫേസ്. ഓക്കെ, സെയിം ഫേസിൽ കപ്പിൾ ചെയ്ത് ഇവിടെ എത്തി. സംശയമില്ലല്ലോ. ഇനി ഇവിടെ എന്ത് വേവ് ആണോ വരുന്നത് അതിനെ നേരെ ഇൻവേർട്ട് ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് വിടുക ഈ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ഈ വേവ് അല്ലേ വരുന്നത്, അതിന് നേരെ തല തിരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിടും, ഇങ്ങോട്ടേക്ക് വിടും. അപ്പോൾ ഈ ഹാഫ് അതുപോലെ ഇവിടെ എത്തും, ഈ രണ്ടാമത്തെ ഹാഫോ തല തിരിഞ്ഞിട്ട് എവിടെ എത്തും? ഇവിടെ എത്തും. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്തായി മാറി? ഫസ്റ്റ് അതുപോലെയുള്ള വേവും ഈ ആംപ്ലിഫൈ ചെയ്ത വേവ് തല തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും? രണ്ടും കൂടെ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ജോയിൻ്റ് ആവും. അപ്പോൾ എന്ത് വന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈൻ വേവ് കിട്ടി. അപ്പം ഇതാണ് ആരുടെ വർക്കിംഗ്? ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ വർക്ക്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇൻപുട്ട് സൈൻ വേവിനെ ഈക്വലൻ ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള രണ്ട് വേവ് ആയിട്ട് പ്രൈമറി ട്രാൻസ്ഫോമർ സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ T1 എന്ത് ചെയ്യും? ഈ ഇൻപുട്ട് വേവിനെ ഫസ്റ്റ് ഹാഫ് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഇൻവേർട്ട് ചെയ്ത് കിട്ടിയ വേവിന്റെ സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ക്ലിയർ അല്ലേ? ആ രണ്ട് ഹാഫ് ഇവിടത്തേക്ക് വന്നു, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ സെൻട്രൽ ടാപ്പിംഗിലേക്ക് വന്നു. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് ഹാഫിൽ വരുന്ന സൈൻ വേവ് അതുപോലെ എവിടെ എത്തും? ഇതിന്റെ സെക്കൻഡറിൽ എത്തും. സെക്കൻഡ് ഹാഫിൽ വരുന്ന സൈൻ വേവ് എന്ത് ചെയ്യും? ഇൻവേർട്ട് ചെയ്തിട്ട് എവിടെ വരും? ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിൽ വരും. ആ രണ്ട് വേവും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കംപ്ലീറ്റ് സൈൻ വേവ് കിട്ടും. ഇതാണ് ആരുടെ വർക്കിംഗ്? പുഷ് പുൾ ആംപ്ലിഫയറിന്റെ വർക്കിംഗ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്തായിരിക്കും? കുറവായി. അതായത് ഹാർമോണിക് ഡിസ്റ്റോർഷൻ വളരെ കുറവായിട്ടുള്ള ആംപ്ലിഫയർ ആണെന്ത്? ഈ സെൻട്രൽ ടാപ്പ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. പിന്നെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ സാച്ചുറേഷൻ പ്രോബ്ലം എന്ത് ചെയ്യും? ഒഴിവാകും. ക്ലിയർ അല്ല? അപ്പം രണ്ട് ഹാഫും ഇവിടെ ഒരു സാച്ചുറേഷൻ, കാരണം ഈ ട്രാൻസ്ഫോമറിന്റെ ഒരു സാച്ചുറേഷൻ കർവ് ഉണ്ട്, അതിന്റെ ഒരു ഹാഫ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സാച്ചുറേഷൻ പ്രോബ്ലം എന്ത് ചെയ്യും? നമുക്ക് കോർ സാച്ചുറേഷൻ ഒഴിവാക്കാൻ പറ്റും. തൽക്കാലത്തിൽ പഠിച്ചാൽ കോർ സാച്ചുറേഷൻ എന്ത് ചെയ്യും? ഒഴിവാകും. പിന്നെ പവർ ഡ്രോൺ അണ്ടർ സീറോ സിഗ്നൽ കണ്ടീഷൻ ഈസ് വെരി ലെസ്. അതായത് ഇൻപുട്ട് സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻപുട്ട് സിഗ്നൽ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓഫ് ആയിരിക്കും. അപ്പോൾ ട്രാൻസിസ്റ്ററിലൂടെ എന്ത് പോകില്ല? കറണ്ട് പോകില്ല. ഇൻപുട്ട് വരുമ്പോൾ മാത്രം ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നുള്ളൂ? വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പവർ ഡെസിപ്പേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ അല്ല? പിന്നെ ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യും? കുറവായിരിക്കും. പിന്നെ 4 times ഹയർ ഔട്ട്പുട്ട് ദാൻ പവർ സപ്ലൈഡ് ബൈ സിംഗിൾ എൻഡഡ് ട്രാൻസ്ഫോമർ ആംപ്ലിഫയർ. അപ്പോൾ സിംഗിൾ എൻഡഡ് ആംപ്ലിഫയറിന്റെ 4 times പവർ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. പിന്നെ ഇതിന്റെ എഫിഷ്യൻസി മറ്റ് ക്ലാസ് എ ആംപ്ലിഫയർ 25% വരുന്നുള്ളൂ. ഇവിടെ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താ? 78% ഉണ്ട്. ക്ലിയർ അല്ല? അപ്പോൾ 22% എന്തായിട്ട് പോകുന്നുള്ളൂ? ഹീറ്റ് ആയിട്ട് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്തായിട്ട് കിട്ടും? നിങ്ങൾക്ക് സൗണ്ട് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താ? ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ കുറവാന്നേ പറഞ്ഞുള്ളൂ. ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ട് ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യണം. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ എന്തായിരിക്കണം? ഒരേ ഗെയിൻ ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പൊ ഇതിന്റെ ഗെയിന് കൂടുതലാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വേവ് വലുതായിരിക്കും, ഈ വേവ് എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പൊ ഡിസ്റ്റോർഷൻ വന്നില്ലേ? രണ്ടും ഒരുപോലത്തെ ട്രാൻസിസ്റ്റർ ആയിരിക്കണം. അതായത് ട്രാൻസ്ഫോമർ എന്തായിരിക്കണം? ഈ ഹാഫിന്റെ ഈ ഹാഫ് എന്തായിരിക്കണം? എക്സാക്ട്ലി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പിന്നെ രണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ആംപ്ലിഫയറിന്റെ സൈസ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുക? Used whenever high output at high efficiency is required. Example, output of the audio power amplifier like tape recorder, public addressing system, etc. അപ്പോൾ നല്ല എഫിഷ്യൻസിയിൽ നല്ല വോളിയത്തിൽ നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കണം? ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ഉപയോഗിക്കണം. പിന്നെ ഹൈലി ഡിസൈറബിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ബിക്കോസ് ഓഫ് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ഓഫ് ഈവൺ ഹാർമോണിക്സ്. അപ്പോൾ ഇത് ഹാർമോണിക് ഡിസ്റ്റോർഷൻ വളരെ കുറവായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ എന്ത് ചെയ്യും? AM/FM അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം, ഈ ആംപ്ലിഫയർ യൂസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇംപെഡൻസ് മാച്ചിങ്. ഇപ്പൊ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചു. ഇപ്പൊ ആംപ്ലിഫയർ നിങ്ങൾ പാട്ട് കേൾക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മാക്സിമം വോളിയത്തിൽ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും, നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സ്പീക്കറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആംപ്ലിഫയർ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അത് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആ പെട്ടിയിൽ എഴുതിയിട്ടുണ്ട്, ആംപ്ലിഫയറിന്റെ പിന്നിൽ എഴുതിയിട്ട് എത്രയാ? 4 ohm എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഏത് സ്പീക്കർ തന്നെ വാങ്ങിക്കണം? 4 ohmന്റെ സ്പീക്കർ തന്നെ വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? മാക്സിമം വോളിയം കിട്ടുള്ളൂ. ക്ലിയർ? അതായത് ഇംപെഡൻസ് എന്ത് ചെയ്യണം? മാച്ച് ആവണം. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസും സ്പീക്കറിന്റെ ഇംപെഡൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ എല്ലാ കേസും നമുക്ക് അങ്ങനെ കൃത്യമുള്ള സ്പീക്കർ വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പൊ 4 ohmന്റെ ആംപ്ലിഫയർ ഉള്ള സ്പീക്കർ വാങ്ങിച്ച 2 ohmന്റെ, അപ്പൊ നിങ്ങൾക്ക് വോളിയം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒരു
ട്രാൻസ്ഫോമർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇമ്പിഡൻസ് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അതായത് നിങ്ങളുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിലും സ്പീക്കർ കണക്ട് ചെയ്യുന്നില്ലേ, അതിന്റെ ഇടയിൽ എന്ത് വെച്ച് കൊടുക്കുക, ഒരു ട്രാൻസ്ഫോമർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമ്പിഡൻസ് എന്താക്കി മാറ്റാൻ പറ്റും, മാച്ച് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന്. ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫോമർ അല്ലേ. പിന്നെ വൈൻഡിങ് ഐഡിയ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് അല്ലേ, പ്രൈമറിൽ എത്ര വൈൻഡിങ്സാണ് ഉള്ളത്, N1 വൈൻഡിങ്സാണ് ഉള്ളത്. സെക്കൻഡിൽ എത്ര കോപ്പർ വൈൻഡിങ്സാണ് ഉള്ളത്, N2. മനസ്സിലായി? ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ഉണ്ടല്ലേ, പ്രൈമറിലും കുറെ കമ്പി ചുറ്റുണ്ടാവും, സെക്കൻഡിൽ തന്നെ കുറെ കമ്പി ചുറ്റുണ്ടാവും. അപ്പോൾ അതിന്റെ എണ്ണമാണ് എന്ത്, N1. ഇപ്പോൾ 100:200, അതായത് പ്രൈമറിൽ 100 വൈൻഡിങ് ഉണ്ടാവും, സെക്കൻഡിൽ എത്ര ഉണ്ടാവും, 200 ഉണ്ടാവും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, തൽക്കാലം പ്രൈമറിലെ വൈൻഡിങ്ങിന്റെ എണ്ണ N1 ആണ്, സെക്കൻഡിൽ ഏതോ N2 ആണ്. ഇനി പ്രൈമറിലൂടെ പോകുന്ന കറണ്ട് ആണ് എന്ത്, I1 എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ട്. പ്രൈമറിൽ കൊടുത്ത വോൾട്ടേജ് ആണ് എന്ത്, V1. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഫീൽ ചെയ്യും അല്ലേ, ഒരു റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് എന്തായിരിക്കും, V1 ഡിവൈഡ് ബൈ I1 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ഞാൻ RL ഡാഷ് എന്ന് വിളിക്കും. RL ഡാഷ് എത്രയായിരിക്കും, V1 ഡിവൈഡ് ബൈ I1 ആയിരിക്കും. ഇനി സെക്കൻഡറിൽ ഞാൻ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്, RL ആണ്. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡറിലുള്ള കറണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V2 ആണ്, സെക്കൻഡറിലൂടെ പോകുന്ന കറണ്ടോ I2. അപ്പൊ നമുക്കറിയാം RL എന്തായിരിക്കും, RL ഈസ് ഈക്വൽ ടു, ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്, റെസിസ്റ്റൻസ് ആണ് എപ്പോഴും വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ, V2 ഡിവൈഡ് ബൈ I2 ആയിരിക്കും. അപ്പോൾ RL ഈസ് ഈക്വൽ ടു V2 ബൈ I2 കിട്ടി. ഇനി പ്രൈമറിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്, V1 ആണ്. I1 ആണ്. പ്രൈമറിൽ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്, V1 ആണ്. അപ്പോൾ RL ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, V1 ബൈ I1 എഴുതാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഈ രണ്ടിന്റെ റേഷ്യോ എടുക്കുക, RL ഡാഷ് ബൈ RL. അപ്പോൾ എന്ത് കിട്ടി, V1 ബൈ I1 ഡിവൈഡ് ബൈ എന്താ, V2 ബൈ I2. ശരിയല്ലേ? ഇനി ഞാനത് റീഅറേഞ്ച് ചെയ്യാം. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ I2 അങ്ങോട്ടേക്ക് പോകും, മേലേക്ക് പോകും, ഈ V2 ഇവിടത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്ത്, V1 I2 ഡിവൈഡ് ബൈ V2 I1 അല്ല, ഇതിനിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ശരിയല്ലേ? അതവിടെ വെച്ച്. ഇനി ഒരു ട്രാൻസ്ഫോമർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോമർ ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ട്രാൻസ്ഫോമർ ഇക്വേഷൻ, V1 ബൈ V2 ഈസ് ഈക്വൽ ടു I2 ബൈ I1. ശ്രദ്ധിക്കണേ, V1 ബൈ V2 ഈസ് ഈക്വൽ ടു എന്താ, I2 ബൈ I1 ഈസ് ഈക്വൽ ടു N1 ബൈ N2. N1 ബൈ N2 ആണ് ട്രാൻസ്ഫോമറിന്റെ ടേണിന്റെ റേഷ്യോ. ശരിയല്ലേ? ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, V1 ബൈ V2 കാണാൻ പറ്റും അല്ലേ. പിന്നെ എന്തുണ്ട്, I2 ബൈ I1 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇതിനെ മാറ്റിയിട്ട് V1 ബൈ V2 എന്താ, N1 ബൈ N2 അല്ലേ. ഇപ്പോൾ N1 ബൈ N2 ഇൻറ്റു, പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, I2 ബൈ I1 കാണാൻ പറ്റുന്നില്ലേ. I2 ബൈ I1 എന്ത് തന്നെയാണ്, N1 ബൈ N2. അപ്പോൾ എന്ത് എഴുതാം, N1 ബൈ N2 ഇൻറ്റു N1 ബൈ N2. അപ്പോൾ എന്ത് ചെയ്താൽ N1 ബൈ N2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, RL ഡാഷ് ബൈ RL ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, N1 ബൈ N2 ഹോൾ സ്ക്വയർ. ശരിയല്ല? അങ്ങനെയാണ് RL ഡാഷ് എത്രയായിരിക്കും, RL ഡാഷ് ഈസ് ഈക്വൽ ടു N1 ബൈ N2 ഹോൾ സ്ക്വയർ ഇൻറ്റു RL. ക്ലിയർ അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളോട്. ഞാൻ കടയിൽ പോയി വാങ്ങിച്ച സ്പീക്കറിന്റെ റെസിസ്റ്റൻസ് 2 ഓമാണ്. ശരിയല്ലേ? അപ്പോൾ 2 ഓമാണ്. ഞാൻ ഇവിടെ ഉപയോഗിച്ച ട്രാൻസ്ഫോമറിന്റെ N1 എന്ന് പറയുന്നത് സപ്പോസ് 2 ആണ്, N2 1. അപ്പോൾ എന്ത് കിട്ടി, 2 ബൈ 1 എന്ന് പറയുന്നത് എത്രയാ, 2. 2 സ്ക്വയർ എത്രയാ, 4. നമ്മൾ വെച്ച സ്പീക്കർ എത്ര, 2 ഓമല്ലേ. അപ്പോൾ 4 ഇൻറ്റു 2 എത്ര കിട്ടി, 8 കിട്ടി. അപ്പോൾ ഇവിടെ 2 ഓമിന്റെ സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ എത്തുമ്പോൾ എത്രയായി മാറി, 8 ഓമായി മാറി. എന്തുകൊണ്ട്, ഈ N1 ബൈ N2 എത്രയാണ് നമുക്ക് കിട്ടിയേ, 2. അതായത് ഈ N1 ബൈ N2ന്റെ റേഷ്യോ മാറ്റുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ 2 ഓമിന്റെ സ്പീക്കർ നിങ്ങൾക്ക് എത്രയാക്കി മാറ്റാം, 4 ഓം ആക്കി മാറ്റാം, വേണമെങ്കിൽ എത്രയാക്കി മാറ്റാം, 8 ഓം ആക്കി മാറ്റാം. ഏത് വാല്യൂ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 4 ഓം ആണ്. ഞാൻ വാങ്ങിച്ച സ്പീക്കർ 2 ഓം ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 ഓമിന് എന്ത് വെക്കുക, ഈ ട്രാൻസ്ഫോമറിന്റെ ടേൺ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാക്കി മാറ്റാം, 4 ഓം ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടിക്കാം നമുക്ക്, 4 ഓം കിട്ടിക്കാം. 4 ഓം കിട്ടിക്കണം എന്ത് ചെയ്താൽ മതി, ഈ ടേണിന്റെ റേഷ്യോ ഈക്വേഷൻ പ്രകാരം എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏത് സ്പീക്കറും നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിന്റെ ടേൺ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാക്കി മാറ്റാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓം ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. മാറ്റിയിട്ട് എവിടത്തേക്ക് കണക്ട് ചെയ്യാം, ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് എന്തിന്റെ ഇമ്പോർട്ടൻസ്, ഇമ്പിഡൻസ് മാച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അത് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പിഡൻസ് എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യാം. ഈ മോഡ്യൂൾ ലാസ്റ്റ് ടോപ്പിക് ആണിത്, ഇമ്പോർട്ടൻസ് ഓഫ് ഹീറ്റ് സിങ്ക്. ഇപ്പൊ നമുക്കറിയാം എല്ലാ പവർ ട്രാൻസിസ്റ്ററും എന്ത് ചെയ്യും, നല്ല കറണ്ടാണ് അതിലൂടെ പോവുക അല്ലെ. പോകുമ്പോൾ വല്ലാതെ എന്ത് ചെയ്യും, ആ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, ചൂടാവും അല്ലെ. ഇപ്പൊ ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് കത്തിപ്പോ. അപ്പൊ ഈ ഉണ്ടാവുന്ന ഹീറ്റ് നമ്മൾ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്തിട്ട് അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യണം, കളയണം. അപ്പൊ കളയാൻ വേണ്ടി പവർ ട്രാൻസിസ്റ്റർ ഇതുപോലെ ഒരു മെറ്റൽ കേസിലാണ് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ക്ലിയറല്ല? അപ്പൊ സെമി കണ്ടക്ടർ ചൂടാകുമ്പോൾ ആ ചൂട് മുഴുവൻ എവിടെ വരും, ഈ ട്രാൻസിസ്റ്ററിന്റെ മെറ്റൽ കേസിംഗിലേക്ക് വരും. ഇനി 2 ഹോള് കണ്ട, ഈ ഹോള് നമ്മൾ ഇതുപോലെ ഒരു ഹീറ്റ് സിങ്കിൽ എന്ത് ചെയ്യും, സ്ക്രൂ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ചൂട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും,
ഈ മെറ്റൽ പ്ലേറ്റിലേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് സിങ്കിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ കുറേ ഫിൻസ് കണ്ട മീനിന്റെ ചെകിള പോലെ ഉണ്ടാവും അല്ലെ. അപ്പോൾ എന്താ കോണ്ടാക്ട് ഏരിയ കൂടി ലെയറുമായിട്ടില്ല. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും, ഹീറ്റ് റേഡിയേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ചൂട് ഇതിവിടെ ഉണ്ടാകുന്ന ചൂട് മുഴുവൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് അത് നേരെ എവിടത്തേക്ക് പോയി, എയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. ഇനി വലിയ ആംപ്ലിഫയർ ഒക്കെ ആണെങ്കിൽ എന്തും കൂടെ വെച്ചിട്ടുണ്ട്, ഇതിന്റെ പുറത്ത് 2 or 3 ഫാനും കൂടെ വെക്കും. ഫാനും ഹീറ്റ് സിങ്കും കൂടെ ആരെ കൂൾ ചെയ്യും, ഈ ട്രാൻസിസ്റ്ററിനെ കൂൾ ചെയ്യും. ഇല്ലെങ്കിൽ കുഴപ്പം എന്താ, ട്രാൻസിസ്റ്റർ ഉണ്ടാകുന്ന ചൂട് എവിടെയും ഡെസിപ്പേറ്റ് ചെയ്ത് പോകാതെ ട്രാൻസ് പെട്ടെന്ന് എന്ത് ചെയ്യും, കത്തിപ്പോകും. ഇതാണ് എന്ത്, ഹീറ്റ് സിങ്കിന്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ അല്ലേ? ഇതോടെ ഈ 2ാമത്തെ മോഡ്യൂൾ കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ 3ാമത്തെ മോഡ്യൂൾ ഡിസ്കസ് ചെയ്യാം.